സോഷ്യൽ മീഡിയയിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചർ എപ്പോഴും റൗണ്ട് ആയിട്ട് ഉണ്ടാവുക. അതാണെന്ന് വെച്ചാൽ ഈ 4 വശത്ത് ശ്രദ്ധ പോയിട്ട് കറക്റ്റ് സെന്ററിൽ തന്നെ നമ്മുടെ നോട്ടം പോകുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഒരു സ്ക്വയർ ഷേപ്പിലായതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്ക് ഈ പ്രൊഫൈൽ പിക്ചർ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് വളരെ സഹായിക്കും. അതേപോലെ തന്നെയാണ് ഈ ഫോട്ടോ ഫ്രെയിമിന്റെ കാര്യം. ഫോട്ടോ ഫ്രെയിമിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓരോ ഫോട്ടോന് ഫ്രെയിം ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ഫ്രെയിം, ആ ഒരു കളർ കമ്പോസിഷൻ, പിന്നെ അതിന്റെ ഒരു വീതി, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം, ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോയിലെത്തുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4-5 ഫോട്ടോ ഒക്കെ ഒരുമിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഭയങ്കര ബോറാവാറുണ്ട്. അപ്പൊ അതിന് പകരം ഈ ഒരു രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടയിലും ആക്കി വെക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ഫിൽ ചെയ്താൽ പിന്നെ ആ ഒരു കളർ കോമ്പോസിഷൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഫോട്ടോ ഫ്രെയിം വളരെ നന്നായിട്ട് കിട്ടും. പിന്നെ ഫോട്ടോന് കണക്കായിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ അല്ലെങ്കിൽ വൈറ്റ് ഫ്രെയിം ആണോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രെയിം ആണോ എന്ന് നോക്കിയിട്ട് ഉപയോഗിച്ചാൽ ഫോട്ടോ ഇച്ചിരി കൂടി എടുത്ത് കാണിക്കും.